138 138 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. അതിൻ്റെ 7-8 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കുകയും ചെയ്യാം. വാനിലും ഭൂവിലും മേലായ നാമം വാനാദി വാനവനേശുവിൻ നാമം. വാനിലും ഭൂവിലും മേലായ നാമം വാനാദി വാനവനേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമ, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ, ഇണയില്ല നാമം. Psalms 138 138 സങ്കീർത്തനം മലയാളത്തിൽ വായിക്കുന്നു. വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം അരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അതേ, അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും, യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. അടുത്ത 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, യഹോവേ നിന്റെ ദയ എന്നേക്കുമുള്ളത്, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കുകയും അരുത്. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഈ വിശുദ്ധ പകലിൽ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നമ്മെ ജീവിപ്പിക്കുന്ന ദൈവം, ആമേൻ, നമുക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവം, ഇന്ന് പകൽ അവന്റെ വീര്യം പ്രവർത്തിക്കുന്ന കരം നമുക്ക് വേണ്ടി ഉയർന്നിരിക്കും. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമ്മെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന്, ആമേൻ, കഷ്ടതയുടെ നടുവിൽ നമ്മെ ജീവിപ്പിച്ച ദൈവത്തിന് ഇന്ന് പകലിൽ, ആമേൻ, കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് പകലിൽ. തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ, വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. Please be seated. I greet you all in the name of our Lord and Savior Jesus Christ. God has gave us one more opportunity to come in the presence of the Lord again at the end of this June, the month of June. This last week we were able to come here in the presence. And I thank the Lord for God's protection. കർത്താവിൻ്റെ പരിപാലനത്തിനും വിശ്വസ്തതയ്ക്കും കൃപയ്ക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ ദൈവം നമ്മെ പരിപാലിച്ചല്ലോ, നമ്മെ സൂക്ഷിച്ചുവല്ലോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം ഞാൻ വന്ദനം പറയുന്നു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ലൈവിലൂടെ വാച്ച് ചെയ്യുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. I also want to acknowledge Pastor John Thomas and Sister Susan Thomas, and thank you for joining with us this morning. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. And all the, I see only one new face. It's Shaiji brother's friend, right? Praise. So we welcome you. Thank you for joining with us this morning. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് പകൽ കർത്താവിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അധികം സമയം ഞാൻ സങ്കീർത്തനത്തിൽ നിന്ന് പ്രബോധിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. Psalms 138. I haven't spoke with the Shaji brother before the Sunday service. If you remember, if you listen, he prayed the verse from Psalms 138 verses 8. Praise the Lord. Psalms 138, this is a Psalms which shows the lifestyle of a man of God. യഹോവ ഭക്തനായ ഒരു മനുഷ്യന്റെ ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്നത്, the lifestyle of a man of God will be always worshiping and praising the Lord. Amen. Here we can see that David wrote the Psalms. I'm not going to go into the the background or anything. I just want to share with you a couple of thoughts that the Spirit of the Lord spoke to my heart. എൻ്റെ ഹൃദയത്തോട് സംസാരിച്ച ചില
സന്ദേശങ്ങൾ മാത്രം വേഗത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവസ്ഥലിൽ ഇരിപ്പാനും വർഷിപ്പ് ടീമിനെ വിളിപ്പാനും ഞാൻ താല്പര്യപ്പെടുകയാണ്. I mean, this Psalms is talking about, hallelujah, the lifestyle of a man of God, the worshipper who worships the Lord. The psalmist is saying, I give praises to the Lord, right? Praise the Lord. I will give thanks with all my heart. Always our worship should include whole of our heart. നമ്മുടെ ഹൃദയം പൂർണ്ണമായി ദൈവത്തെ എന്ത് ചെയ്യണം? സ്തുതിക്കണം. You cannot withhold any part of your being. I mean, with the entire body, with the entire soul, with the entire heart, you got to give worship to the Lord. ഇന്ന് പകൽ ഇവിടെ ആരാധിക്കാൻ ഇരിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള അവസരമില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ആരാധന പൂർണ്ണമായി തീരത്തില്ല. വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കരുത്, നാളത്തെ ജോലിയുടെ കാര്യം ചിന്തിക്കരുത്, കടന്നു പോകുന്ന കാര്യങ്ങൾ ഒന്നും ചിന്തിക്കരുത്, പഠിക്കാനുള്ളത് ചിന്തിക്കരുത്. I mean, it's not the time for, this morning to, think all that stuff. The only one thing that we have to do is to praise the name of the Lord. Give thanks to the Lord with the entire heart. Praise the Lord. 3 ഭാഗത്ത് അവിടെ സ്തോത്രം ചെയ്യുന്നു എന്ന് തന്നെ എടുത്ത് പറയുന്നുണ്ട്. നോക്കിക്കേ അതിന്റെ 1-ാമത്തെ വാക്യം. ആമേൻ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എന്ത് ചെയ്യും? നിനക്ക് സ്തോത്രം ചെയ്യും. With my entire heart I will give thanks to you. 2-ാമത്തെ വാക്യം നോക്കിക്കേ, verses 2. I will bow down toward your holy temple, give thanks to your name for your loving kindness and your, നിന്റെ ദയയും വിശ്വസ്തത നിമിത്തം തിരുനാമത്തിൽ എന്ത് ചെയ്യും? ഞാൻ സ്തോത്രം ചെയ്യും. 4-ാമത്തെ വാക്യം നോക്കിക്കേ, verses 4. Hallelujah. നിന്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്യും? ഇന്ന് പകൽ ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിക്കാൻ വന്നിരിക്കുന്നവർ അറ്റ്ലീസ്റ്റ് ഒരു സ്തോത്രമെങ്കിലും പറഞ്ഞിട്ടേ മടങ്ങി പോകാവുള്ളൂ. ആമേൻ. ദൈവത്തിന്റെ കൃപയും അവന്റെ വിശ്വസ്തതയും അനുഭവിച്ചറിയുന്ന ഒരു ദൈവ പൈതലിന് ഒരിക്കലും മൗനമായിരിക്കാൻ കഴിയത്തില്ല. അവന്റെ അധരങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ആമേൻ. ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നത് പോലെ ഒരു ഭക്തന്റെ അധരം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. കാര്യം എന്താണെന്നറിയാമോ? അവന്റെ വായിലെ വചനങ്ങളെ കേൾക്കുമ്പോൾ, അവന്റെ ദയയും വിശ്വസ്തതയും ഓർക്കുമ്പോൾ, അതെന്നേക്കും നിലനിൽക്കുന്നതാണെന്ന് ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. എന്റെ വായ അറിയാതെ തന്നെ, നാം അറിയാതെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെ, ബ്രീത്ത് ചെയ്യുന്നത് പോലെ, I mean, as a man of God, his lifestyle should be praising the Lord. Amen. 6-ാമത്തെ മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാ. 2025 പകുതി ആമേൻ ഹല്ലേലൂയ നമ്മൾ വിട്ട് കടന്നു പോകുകയാ. ഇന്ന് പകൽ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയണം, യുദ്ധങ്ങൾ എനിക്ക് നേരിട്ടില്ലെന്നല്ല, എനിക്ക് യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. ആമേൻ. ഞാൻ ഹല്ലേലൂയ തകർന്നു പോകുന്ന വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അനേക ചോദ്യചിഹ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുന്നിൽ വന്നതാ. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിലും എന്നെ ജയോത്സവമായി ഹല്ലേലൂയ അവന്റെ ദയ എന്നെ ചുറ്റി പരിപാലിക്കുന്നു എന്നുള്ള വചനം പോലെ അവൻ എന്നെ ചുറ്റി പരിപാലിച്ചത് കൊണ്ട് ഒരു ഭക്തൻ പറയുകയാ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. Praise the Lord. Hallelujah. No shame to worship the Lord. There's no shame. അതുകൊണ്ട് അവിടെ പറയുന്ന before, many gods, before the lords and the princes, I don't shame to worship the Lord. എവിടെയാണെങ്കിലും ലജ്ജ കൂടാതെ ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിനക്ക് എന്ത് ചെയ്യും? എവിടെയാണെങ്കിലും സ്തോത്രം ചെയ്യണം. നിങ്ങൾ സ്തോത്രം പറയാതിരുന്നാൽ ഞാൻ ക്രിസ്ത്യനെ നെഹമ്യയോടും പറഞ്ഞിട്ടുണ്ട് സ്തോത്രം പറയാൻ. പ്രൈസ് ദി ലോർഡ്. അവർ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. ആമേൻ. ശിശുക്കളുടെ മുല കുടിക്കുന്നവരുടെ വായിൽ നിന്ന് ബലം നിയമിക്കുന്ന, അങ്ങനെയെങ്കിൽ നാം സ്തോത്രം ചെയ്യുന്നെങ്കിൽ ആമേൻ സ്തോത്രത്തിന്റെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ ചെല്ലുമ്പോൾ തന്നെ ആമേൻ ഹല്ലേലൂയ നമുക്കെതിരായി നിൽക്കുന്ന അന്ധകാര ശക്തികളെ തകർപ്പാൻ നമ്മുടെ ഒരു സ്തോത്രത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഉയർത്തി ഇന്ന് പകലൊരു ആമേൻ ഒരു സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. പാസ്റ്റർ റെയ്നാഡ് ബോങ്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവനെ സ്റ്റേജിലോട്ട് കയറിയിട്ട് 4 ദിക്കിലേക്കും 4 സൈഡ് ഡിറക്ഷനിലേക്ക് നോക്കിയിട്ട് കൈ ഉയർത്തി ആമേൻ ഒരു 4 ഹല്ലേലൂയ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം ചെയ്തു. അദ്ദേഹത്തിന്റെ മീറ്റിംഗ് അന്ന് അവിടെ നടക്കാതിരിക്കാൻ ആമേൻ ഹല്ലേലൂയ അവിടുത്തെ ഉള്ള ദേശത്തിലെ ആമേൻ പൂജാരികളും അവരെല്ലാരും കൂടെ ആമേൻ പൂജ ചെയ്യുന്നതിന് വേണ്ടി മന്ത്രവാദികളെ 4 ദിക്കിലാക്കി വെച്ചു. ആമേൻ. ഇതൊന്നും ദൈവദാസൻ അറിയുന്നില്ല. He didn't know what is happening around there, but he went to the stage and he stretched his hand, amen, hallelujah, into the 4 direction and he praised the name. Just hallelujah മാത്രമേ പറഞ്ഞുള്ളൂ. ആ 4 ഹല്ലേലൂയ പറഞ്ഞപ്പോൾ 4 വശത്ത് നിന്ന് ആമേൻ വലിയ ശബ്ദത്തോടെ മന്ത്രവാദികൾ താഴെ വീണെങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ ആമേൻ വിശ്വാസത്തോടെ സ്തോത്രം പറയണോ? നമ്മുടെ സ്തോത്രത്തിന് ശക്തിയുണ്ട്. അത് ഭവനത്തിൽ കയറുമ്പോൾ, ജോലിയിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പകൽ ആമേൻ ഹല്ലേലൂയ മടി കൂടാതെ ലജ്ജ കൂടാതെ സകല ദേവന്മാരുടെ മുമ്പാകെ സ്തോത്രം പറയുന്നെങ്കിൽ
ഇന്ന് പകൽ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഞാൻ വേഗത്തിൽ പോകട്ടെ. Why we are praising the Lord? Because my God, for the great is the glory of God. What is the glory of God? Hallelujah. അഞ്ചാമത്തെ വാക്യം എങ്ങനെയാ പറയുന്നത് നോക്കിക്കേ. അതേ അവരെ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. ആമേൻ. പാടും. ആമേൻ. Praise the Lord. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, you are the one who is leading them meeting. You are the pastor. You should not play the keyboard. കീബോർഡ് വായിച്ചുകൊണ്ട് പാടരുതെന്ന്. ഞാൻ ടെക്നിക്കാലിറ്റി ഞാൻ കയറുന്നില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, എനിക്ക് എവിടെയെല്ലാം അവസരം കിട്ടിയാലോ, ഏതൊക്കെ ശുശ്രൂഷയാണെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി പാടും, കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യും. അതിന് ഒരു വേർതിർത്യവുമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്താ നോക്കിയ വാക്യം നോക്കിക്കേ. യഹോവയുടെ വഴികളെ കുറിച്ച് പാടും, യഹോവയുടെ മഹത്വം. Great is his glory. What is the glory? That is the manifestation of his presence. ആമേൻ. കഴിഞ്ഞ ദിവസം നമ്മൾ തിയോഫിലോസ്, ആമേൻ, ദൈവത്തെക്കുറിച്ച് കേട്ടല്ലോ. ഹല്ലേലൂയ. തിയോഫിനി, ആമേൻ, the manifestation, the expression, the manifestation, the visitation of the Lord. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ, ആമേൻ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ നടുവിൽ ഉണ്ടാകും. അതെന്താ കാരണമെന്നറിയാം? ഒന്നുകൂടെ പറയുക. അടുത്ത വാക്യം, 6ാമത്തെ വാക്യം. അവൻ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ, അതുകൊണ്ടാ സ്തോത്രം ചെയ്യുന്നത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെതിരെ, ആമേൻ, ഹല്ലേലൂയ, പല ശക്തികളും എഴുന്നേറ്റപ്പോൾ അതിന്റെ നടുവിലും, ഹല്ലേലൂയ, താഴ്മയോടെ നിൽക്കുന്ന ഒരുവനെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഉന്നതനെങ്കിലും, ആമേൻ, താഴ്മയുള്ളവനെ കടാഷ്. He attends to the lowly. Amen. The humbled one. മൂന്നാമത്തെ വാക്യം. On the day I call. ഞാൻ വേഗത്തിൽ പോകുകയാണേ, സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ വരണേ. മൂന്നാമത്തെ വാക്യം. On the day I called, he answered me. അല്ലേ? അവൻ എൻ്റെ ഉള്ളിൽ എന്ത് തന്നു? Praise the Lord. ബലമില്ലാതെ ക്ഷീണിച്ച്, ഏലിയാവ് ഒരിക്കൽ ചൂരച്ചിയുടെ തണൽ കിടന്നിട്ട് പറഞ്ഞത് നമുക്കറിയാം. ഞാൻ എൻ്റെ പിതാക്കന്മാരെ കാട്ടി ശ്രേഷ്ഠനല്ല, എനിക്ക് മരിച്ചാൽ മതിയെന്ന്. അങ്ങനെ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഭക്തന് അവൻ്റെ ഉള്ളിൽ ബലം നൽകിയിട്ട്. പ്രൈസ് ദി ലോർഡ്. അകത്തൊരു മനുഷ്യന് ബലമില്ലെങ്കിലുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലോ അവൻ്റെ അകം ക്ഷീണിച്ചു പോയി കഴിഞ്ഞാൽ അവൻ തളർന്നു പോകും. ഇവിടെ ഭക്തൻ പറയുക, എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ ബലം നൽകിയെന്ന്. ഇന്ന് പകൽ എത്ര പേർക്ക് അത് പറയാൻ കഴിയുമോ? എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം ബലം നൽകിയത് കൊണ്ട് മരണം പോലും എൻ്റെ മുൻപിൽ വന്നപ്പോഴോ, മരിക്കാൻ പോലും അനേക വാതിലുകൾ എൻ്റെ മുന്നിൽ തുറന്നു വന്നപ്പോഴോ, മരിക്കാതെ ഇന്ന് പകലും എന്നെ നിർത്തിയത് എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ ബലം തന്നത് കൊണ്ടാ. എൻ്റെ മനസ്സിടിഞ്ഞിരുന്നതാ. Praise the Lord. എൻ്റെ മനസ്സ് ഇടിഞ്ഞിരുന്നതാ. ഒറ്റ ഇസബേലിന്റെ വാക്കുകൊണ്ടാ ഏലിയാവ് അവിടെ പോയി കിടന്നത്. നമുക്കറിയാം ഹന്ന പ്രാർത്ഥിച്ച പ്രാർത്ഥനയും കൂടെ നമുക്കറിയാം. 1 Samuel chapter 1 verse 17 അങ്ങനെയാ പറയുന്നത്. ഹന്ന വന്നിരുന്ന ആലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ആമേൻ, അവൾ വീഞ്ഞു കുടിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ അവൾ പറഞ്ഞു, യജമാനെ, ആമേൻ, ഹല്ലേലൂയ, ഞാൻ വീഞ്ഞു കുടിച്ചിട്ടിരിക്കുകയല്ല, ഞാൻ മനോവ്യസനത്തോടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാ. ആമേൻ, ഹല്ലേലൂയ. അവിടെ ഏലി പറഞ്ഞൊരു വാക്യം 27ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. യഹോവയോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകട്ടെ. Praise the Lord. അവനോട് നീ കഴിച്ച അപേക്ഷ നോക്കിയ വാക്യം അങ്ങനെ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് എന്ത് ചെയ്യുന്ന. അതിന്റെ അവസാനത്തെ വാക്യം 27ാമത്തെ വാക്യം, പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് അവൾ ആലയത്തിൽ വന്നെന്ന്. Praise the Lord. അവൾ ആലയത്തിൽ വന്നിട്ട് അവൾ പറയുക, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ അവൻ എനിക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് പകൽ എത്ര പേർക്ക് കരമുയർത്തി ഒന്ന് പറയാൻ കഴിയും? What I prayed to the Lord has answered me. ഞാൻ പ്രാർത്ഥിച്ചതിന് ദൈവം എനിക്ക് മറുപടി തന്നു. അത് കുടുംബത്തിലാണെങ്കിലും വ്യക്തിപരമായുള്ള ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലയിലാണെങ്കിലും ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് പറ, കർത്താവേ, എൻ്റെ മനസ്സിടിഞ്ഞിരിക്കുകയാ. ഇന്ന് പകൽ എൻ്റെ ഉള്ളിൽ നീ ബലം നൽകണമേ. ആമേൻ. നീ ഉന്നതനാണെങ്കിലോ നീ താഴ്മയുള്ളവർക്ക് നേരെ മുഖം മറച്ചു കളയാതെ ഇന്നും നമ്മെ നടത്തുവാൻ മതിയായവനായ ഒരു കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. 7ാമത്തെ വാക്യം നിർത്തുകയാ. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്ത് ചെയ്യും? എന്നെ ജീവിപ്പിക്കും. തീയുടെ നടുവിൽ ഇട്ടാലും അവിടെ നിന്നും കർത്താവിനെ റിവൈവ് ചെയ്യോ. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തന്നെ ഇട്ടാലോ അവിടെ നിന്നും, ദാനിയേലിന്റെ ഭാഗമാ, അവിടെ നിന്നും അവൻ എന്നെ എന്ത് ചെയ്യോ? റിവൈവ് ചെയ്യുമെന്ന്, അവനെ ജീവിപ്പിക്കുമെന്ന്. ഇന്ന് പകലിൽ യാക്കോബ് പറഞ്ഞതുപോലെ,
ആമേൻ. ഹല്ലേലൂയ. എൻ്റെ നരയ ദുഃഖത്തോടെ നീ പാതാളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം സകലതും നഷ്ടപ്പെട്ടെന്ന് ഹോപ്പ്ലെസ് ആയിട്ടിരിക്കുകയാ. പക്ഷെ അങ്ങനെ ഇരുന്ന ആമേൻ യാക്കോബിന്റെ മുന്നിൽ യോസേഫ് അയച്ച രഥം വന്നപ്പോൾ ഹിസ് ഹാർട്ട് ഗാസ് റിവൈവ്ഡ്. അവന്റെ ഹൃദയത്തിൽ ചൈതന്യം വന്നതുപോലെ ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞു സ്തോത്രം പറഞ്ഞു പറയണോ. ആമേൻ ആമേൻ. എത്ര ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ ഇന്ന് പകൽ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുകയാ. ഇന്ന് പകൽ ചില ആമേൻ ഹല്ലേലൂയ പ്രകടമായ ദൈവപ്രവൃത്തി നമ്മുടെ കർത്താവ് നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നിട്ട് പറയുക, നീ ക്ഷീണിച്ചിരുന്നതല്ലേ, ആമേൻ, നീ ദുഃഖത്തോടെ പോകുമെന്നല്ലേ പറഞ്ഞത്, എന്നാൽ ഇന്ന് പകലിൽ ആമേൻ നിന്നെ ചൈതന്യപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. Praise the Lord. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഒരു ആമേൻ പറഞ്ഞു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. That is the manifestation of his mighty hand. അതാ 7-8 വാക്യത്തിൽ പറയുന്നത്. Praise the Lord. നോക്കിക്കേ, ശത്രുവിന്റെ ക്രോധത്തിന് നേരെ നീ എന്ത് ചെയ്യും? കൈനീട്ടും. Praise the Lord. എത്ര വലിയ ശത്രുവാണെങ്കിലോ, എത്ര വലിയ പിടിപാടുള്ളവരാ പോവാമേ നിനക്കെതിരെ നിൽക്കുന്നെങ്കിലോ, ഇന്ന് പകൽ നീ വിശ്വാസത്തോടെ പറ, ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കും. രണ്ടാമത്തത്, അവന്റെ കരം എന്നെ രക്ഷിക്കും. മൂന്നാമത് 8-ാമത്തെ വാക്യത്തിൽ യഹോവ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? സമാപ്തി വരുത്തുമെന്ന ആ വാക്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം താല്പര്യമുണ്ട്. നിർത്തിയ Can I have the worship team on the stage? Hallelujah. 1 Thessalonians chapter 5 verses 24. 1 തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ വിളിക്കുന്നവൻ ആരാണെന്ന? വിശ്വസ്തന്. അവനത് ഇന്ന് പകലിൽ പറഞ്ഞു. ഹല്ലേലൂയ. എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം അവൻ അത് നിറപടിയായി നിവർത്തിപ്പാൻ അവൻ വിശ്വസ്തൻ. The one who called me, he is faithful. Hallelujah. To fulfill all the promises. Amen. അതുകൊണ്ട് ഇന്ന് പകലിൽ മടുത്തു പോകരുത്. ലാസ്റ്റിലും പറയുന്നത് അവന്റെ കരം പ്രവർത്തിക്കുന്ന കരം അല്ലേ. ഹോവേ, നിന്റെ പ്രവർത്തികൾ എന്ത് ചെയ്യരുത്? നിന്റെ കൈയുടെ പ്രവർത്തികളെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അത് ഉപേക്ഷിച്ച് കളയരുത്. അത് സാധ്യമാക്കി തരണമേ. ഇന്ന് പകൽ നമുക്ക് സ്തോത്രം ചെയ്യാൻ, നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം. അവൻ നമ്മുടെ ഉപനിധിയ ആ ദിവസം വരെ Amen. My God, Amen, will bring that to perfect. അവൻ പെർഫെക്റ്റ് ആയിട്ടെല്ലാം അത് സാധ്യമാക്കി തരുന്നവൻ ആ കർത്താവിന് ഇന്ന് പകലിൽ ഒന്ന് സ്തോത്രം ചെയ്യാമോ? കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത്, എല്ലാ കണ്ണുകളും അടച്ച് ഇന്ന് പകൽ ഒന്ന് സ്തോത്രം ചെയ്ത് സ്തോത്രം മാത്രം ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. അവന്റെ വചനം കേട്ടിട്ട് ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്യും. അവന്റെ ദയയും വിശ്വസ്തതയും ഞാൻ ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ അവന് സ്തോത്രം ചെയ്യും. ഇന്ന് പകൽ സ്തോത്രം ചെയ്യാൻ കഴിയുന്ന കരങ്ങളെ ഒന്ന് ഉയർത്തിയിട്ട് അവൻ ശബ്ദം ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. 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 Praise the Lord. We're going to sing songs and we're going to worship the Lord this morning. Amen. Can we all stand as we enter praise and worship?